ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഡേ 15 ആണ്. ഡേ 15ൻ്റെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസത്തിലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ഏത് ഇന്ത്യൻ പർവ്വതാരോഹകൻ ആണ് ഈയിടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിച്ചത്? സത്യരൂപ് സിദ്ധാന്ത. ഓക്കെ, ഏത് ഇന്ത്യൻ പർവ്വതാരോഹകനാണ് ഈയിടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കേട്ടോ, ഏത് ബുക്കാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിച്ചത്? സത്യരൂപ് സിദ്ധാന്ത. അടുത്ത് നോക്കാം. കൊറോണ വൈറസ് പുറത്താക്കാനുള്ള സന്ദേശം കൈമാറുക എന്ന ഫിഫയുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ഏത് ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരനെയാണ് തിരഞ്ഞെടുത്തത്? സുനിൽ ഛേത്രി. കൊറോണ വൈറസ് പുറത്താക്കാനുള്ള സന്ദേശം കൈമാറുക എന്ന ഫിഫയുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ഏത് ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരനെയാണ് തിരഞ്ഞെടുത്തത്? സുനിൽ ഛേത്രി. അടുത്ത് നോക്കാം. 2023 IOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി 2023 IOC സെഷൻ ഏത് ഇന്ത്യൻ നഗരമാണ് ആതിഥേയത്വം വഹിക്കുക? മുംബൈ ആണ് കേട്ടോ. 2023 IOC സെഷൻ ഏത് ഇന്ത്യൻ നഗരമാണ് ആതിഥേയത്വം വഹിക്കുക? മുംബൈ. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ലോക കുരുവി ദിനത്തിൻ്റെ തീം എന്താണ്? നമുക്കറിയാം ലോക കുരുവി ദിനം എന്നാണ്, മാർച്ച് 20. ഓക്കെ, 2020 ലോക കുരുവി ദിനത്തിൻ്റെ തീം എന്താണ്? ഞാൻ കുരുവികളെ സ്നേഹിക്കുന്നു. ഞാൻ കുരുവികളെ സ്നേഹിക്കുന്നു. അടുത്ത നമുക്ക് കുറച്ച് ഡേറ്റ്സ് നോക്കാം കേട്ടോ. മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥ ദിനം. മാർച്ച് 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. മാർച്ച് 21 നമുക്കിങ്ങനെ ആലോചിച്ചാൽ മതി. വനജയുടെ കാലിന് ക്ഷയം എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. വനജയുടെ കാലിന് ക്ഷയം. അപ്പോൾ മാർച്ച് 21 വനം. ഓക്കെ, വനദിനം. അതാണ് ഞാൻ വനജയുടെ എന്ന് പറഞ്ഞത്, വനദിനം. മാർച്ച് 22 വനജ, ജ വെച്ചിട്ടാണ്, അപ്പോൾ ജലദിനം. മാർച്ച് 23 കാലിനാണ് ഉദ്ദേശിച്ചത്, കാലാവസ്ഥ ദിനം. ഓക്കെ, മാർച്ച് 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. അപ്പോൾ ഈ 4 ഡേറ്റ്സ് മറക്കരുത് കേട്ടോ. ഇത് PSCയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാർച്ച് മാസമാണെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം. ഈ മാർച്ച് മാസം, അതായത് കുറേ മാർച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ക്ഷയമൊക്കെ വരണേ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ 4 എണ്ണം പഠിച്ചല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ, നമുക്കറിയാലോ ക്ഷയരോഗ ദിനം എന്നാണ്, മാർച്ച് 24. അപ്പോൾ 2020 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഇറ്റ്സ് ടൈം എന്നുള്ളതാണ് സന്ദേശം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഏത് ആക്ട് ഭേദഗതി ചെയ്താണ് 2 സർവീസ് 3 സർവീസ് സർജിക്കൽ മാസ്ക് N95 മാസ്ക് എന്നീ വസ്തുക്കൾ എസെൻഷ്യൽ കമ്മോഡിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. ഏത് ആക്ട് ഭേദഗതി ചെയ്താണ് 2 സർവീസ് 3 സർവീസ് സർജിക്കൽ മാസ്ക് N95 മാസ്ക് എന്നീ വസ്തുക്കൾ എസെൻഷ്യൽ കമ്മോഡിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955. നെക്സ്റ്റ് വൺ നോക്കാം. മുംബൈ സെൻട്രൽ ടെർമിനൽ സ്റ്റേഷൻ എന്തായി പുനർനാമകരണം ചെയ്യാനാണ് മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചത്? നാനാ ശങ്കർ സെയ്ദ് ടെർമിനൽ സ്റ്റേഷൻ. ഓക്കെ, നാനാ ശങ്കർ സെയ്ദ് ടെർമിനൽ സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ ടെർമിനൽ സ്റ്റേഷൻ എന്തായി പുനർനാമകരണം ചെയ്യാനാണ് മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചത്? നാനാ ശങ്കർ സെയ്ദ് ടെർമിനൽ സ്റ്റേഷൻ. നെക്സ്റ്റ് വൺ നോക്കാം. ചാപ്പർഗുട്ട് ഉത്സവം ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ് കേട്ടോ. ചാപ്പർഗുട്ട് ഉത്സവം ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? മിസോറാം. അപ്പോൾ നമുക്കറിയാം ഈ 7 സിസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിലെ ആഘോഷങ്ങളൊക്കെ മെയിനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചാപ്പർഗുട്ട് ഉത്സവം ആഘോഷിച്ച സംസ്ഥാനം മിസോറാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ കൃഷീനൊക്കെ ബേസ് ചെയ്തിട്ട്, കൃഷിയുടെയൊക്കെ ഒരു ആഘോഷപരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ചാപ്പർഗുട്ട് ഉത്സവം. നെക്സ്റ്റ് വൺ നോക്കാം. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 15. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. സ്വയം എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? മാനവ വിഭവശേഷി മന്ത്രാലയം. ഓക്കെ, സ്വയം എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? മാനവ വിഭവശേഷി മന്ത്രാലയം. നെക്സ്റ്റ് വൺ നോക്കാം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ലക്സംബർഗ് ആണ് കേട്ടോ. പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ലക്സംബർഗ്.
നെക്സ്റ്റ് വൺ നോക്കാം. ഗ്ലോബൽ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2 ഗ്ലോബൽ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2 കേട്ടോ. അടുത്ത് നോക്കാം. ഇന്ത്യൻ ഓഷൻ കമ്മീഷൻ്റെ നിരീക്ഷകനായി അംഗീകരിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യൻ ഓഷൻ കമ്മീഷൻ്റെ നിരീക്ഷകനായി അംഗീകരിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത് നോക്കാം. 2020 ലോക വനദിനം മാർച്ച് 21 എന്നുള്ളത് നമുക്കറിയാലോ. 2020 ലോക വനദിനം സന്ദേശം എന്താണ് കേട്ടോ? അതിൻ്റെ സന്ദേശം എന്താണ്? വനങ്ങളും ജൈവ വൈവിധ്യവും. ഓക്കെ, വനങ്ങളും ജൈവ വൈവിധ്യവും. അടുത്ത് നോക്കാം. ബിസിനസ് അഭിലാഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സിഡ്ബി സമാരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? സ്വാവലംബൻ എക്സ്പ്രസ്. ഓക്കെ, എന്താണ് സ്വാവലംബൻ എക്സ്പ്രസ്? ബിസിനസ് അഭിലാഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സിഡ്ബി സമാരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? സ്വാവലംബൻ എക്സ്പ്രസ്. അടുത്ത് നോക്കാം. ഗൂഗിൾ ക്ലൗഡ് ഇന്ത്യയുടെ MD ആയി നിയമിതനായത് ആരാണ്? കരൺ ബാജ്വ. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് ഇന്ത്യയുടെ MD ആയി നിയമിതനായത് ആരാണ്? കരൺ ബാജ്വ. അടുത്ത് നോക്കാം. മലേഷ്യയുടെ പ്രധാനമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? മുഹദ്ദീൻ യാസിനാണ്. മലേഷ്യയുടെ പ്രധാനമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? മുഹദ്ദീൻ യാസിനാണ്. അടുത്ത് നോക്കാം. ഏകം ഫെസ്റ്റ് എവിടെ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്? ന്യൂഡൽഹി കേട്ടോ. ഏകം ഫെസ്റ്റ് എവിടെ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്? ന്യൂഡൽഹി. അടുത്ത് നോക്കാം. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിന് ഏത് ഓപ്പറേഷനാണ് ഇന്ത്യൻ ആർമി ആരംഭിച്ചത്? ഓപ്പറേഷൻ നമസ്തേ. ഏതാണ്? ഓപ്പറേഷൻ നമസ്തേ. അപ്പോൾ കൊറോണ വൈറസിനെ തടയുന്നതിനായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ നമസ്തേ. ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി എന്ത് നാമത്തിലാണ് അറിയപ്പെടുന്നത്? റേസ് 2020. രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി എന്ത് നാമത്തിലാണ് അറിയപ്പെടുന്നത്? റേസ് 2020. അടുത്ത് നോക്കാം. കൊറോണ വൈറസിൻ്റെ സാമൂഹിക വ്യാപനം തടയുന്നതിനായി വ്യക്തികളെ അവരുടെ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ പുതിയ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനായ കോവിൻ-20 ഏത് രാജ്യമാണ് അവതരിപ്പിച്ചത്? ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ കോവിൻ-20 എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊറോണ ബാധിച്ച ആൾക്കാരെ തിരിച്ചറിയാനും അവരെ ട്രാക്ക് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ആപ്പാണ് കോവിൻ-20. അടുത്ത് നോക്കാം. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി രാജ്യവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾക്കായി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചത് ആരാണ്? നിംഹാൻസ് കേട്ടോ. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്. ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 0846110007. അടുത്ത് നോക്കാം. മാക്സ് 4028 എന്ന പുതിയ ഗോതമ്പിനം വികസിപ്പിച്ചെടുത്തത് ആരാണ്? അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെ. ഓക്കെ, മാക്സ് 4028 എന്ന പുതിയ ഗോതമ്പിനം വികസിപ്പിച്ചെടുത്തത് ആരാണ്? അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയാണ്. അടുത്ത് നോക്കാം. പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച തീയതി എന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച തീയതി എന്നാണ്? 2020 മാർച്ച് 22 കേട്ടോ. 2020 മാർച്ച് 22 പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത്. അടുത്ത് നോക്കാം. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ റാങ്കിംഗ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 3ാമത്തെ വലിയ രാജ്യം കേട്ടോ. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ റാങ്കിംഗ് അനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 3ാമത്തെ വലിയ രാജ്യം. അടുത്ത് നോക്കാം. ബ്ലൂംബെർഗ് ശതകോടീശ്വരൻ പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തി ആരാണ്? ജാക്മയാണ്. ആരാണ്? ജാക്മ. മുമ്പ് മുകേഷ് അംബാനി ആയിരുന്നു. ഇപ്പോൾ മുകേഷ് അംബാനി 2ാം സ്ഥാനത്തേക്ക് മാറി. ആഗോള ഓഹരികളോടൊപ്പം എണ്ണവില ഇടിഞ്ഞതിനെ തുടർന്നാണ് മുകേഷ് അംബാനി 2ാം സ്ഥാനത്തേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ ബ്ലൂംബെർഗ് ശതകോടീശ്വരൻ പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തി ആരാണ്? ജാക്മയാണ്. അടുത്ത് നോക്കാം. ഹോൾ മൊഹല്ല ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? പഞ്ചാബിലാണ്. ഹോൾ മൊഹല്ല ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? പഞ്ചാബ്. അടുത്ത് നോക്കാം. വീഡിയോ കോൺഫറൻസിൽ കൂടിയുള്ള ആദ്യത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ കേട്ടോ. വീഡിയോ കോൺഫറൻസിൽ കൂടിയുള്ള ആദ്യത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.